പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ റമദാനിൻ്റെ രണ്ടാമത്തെ പത്തും നമ്മളോട് സലാം പറഞ്ഞു പോകാനിരിക്കുകയാണ്. റമദാൻ ഒന്ന് തീർന്നു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് കൊതിക്കുന്ന ചില കപട ഹൃദയങ്ങൾ ഉണ്ട് എന്ന് പൊതുവിൽ നമ്മൾക്കൊക്കെ കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ്. റമദാൻ തീർന്നു കിട്ടാൻ വേണ്ടി കൊതിക്കുക എന്ന് പറയുന്നത് മഹാപാതകമാണ്, മഹാ അപകടമാണെന്ന് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, വിശുദ്ധ റമദാൻ തീർന്നു കിട്ടാൻ വേണ്ടി കൊതിക്കൽ മഹാപാതകമാണ്, വൻ ദോഷമാണ്. ഇബാദത്തിനോടുള്ള വെറുപ്പ് ആയിരിക്കാം ഒരുപക്ഷെ അവനക്ക് അങ്ങനെ തോന്നാനുള്ള കാരണം. എന്നാൽ അങ്ങനെ അവനക്ക് ഇബാദത്തിനോടൊരു വെറുപ്പുള്ള കാലത്തോളം അവൻ വലിയ ദോഷമാണ് ചെയ്തു പോകുന്നത്. അതുകൊണ്ട് അവൻ കുഫറിനെ ഭയക്കണമെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ എഴുതി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ റമദാൻ ഇബാദത്തിൻ്റെ മാസമാണ്, നന്മയുടെ മാസമാണ്. ഈ മാസം കഴിഞ്ഞു പോവുക എന്നുള്ളത് ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ നഷ്ടമാണ്. ഈ നഷ്ടത്തെ തൃപ്തിപ്പെടാനും ഉൾക്കൊള്ളാനും യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് സാധ്യമാവില്ല. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ കിടുകിട വിറക്കപ്പെടുന്ന മനസ്സുള്ളവരാണ് മുഅ്മിനീങ്ങളെന്ന് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മനസ്സുള്ളവർക്ക് വിശുദ്ധമായ റമദാൻ കഴിഞ്ഞു പോവുക എന്നുള്ളതിനോളം വരുന്ന വലിയ വേദന ഉണ്ടാവില്ല, അത്രത്തോളം വരുന്ന വലിയ സങ്കടം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ ഹൃദയത്തിൽ ഒരുപക്ഷെ വിശുദ്ധമായിട്ടുള്ള പെരുന്നാൾ ദിനങ്ങളൊക്കെ കടന്നു വരിക എന്നുള്ള സന്തോഷം തന്നെയാണ്. ആ സന്തോഷം സ്വാഭാവികമായിട്ടും മനുഷ്യ സഹജമായിട്ടുണ്ടാകും. പക്ഷേ റമദാൻ എന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ എന്നൊരു മനുഷ്യൻ അവൻ ഇബാദത്തിനോടുള്ള വെറുപ്പ് കാരണത്താൽ തറാവീഹ് പോലുള്ള ധാരാളം ഇബാദത്തുകൾക്ക് കൂലികൾ മഹത്തരമായിട്ട് നൽകപ്പെടുന്ന ഈ മാസത്തിൽ ഇത്തരത്തിലൊരു മനച്ചിന്തയോട് കൂടിയിട്ട് ഒരാൾ വെറുപ്പ് കാണിച്ചാൽ ഒരിക്കലും അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല. അള്ളാഹു തന്ന നിഅമത്തുകൾക്ക് നന്ദി കാണിച്ചില്ലെങ്കിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവൻ്റെ രക്ഷിതാവിനോട് അതിക്രൂരമായിട്ട് നന്ദികേട് കാണിക്കുന്നവനാണ്. മനുഷ്യൻ്റെ നന്ദികേടിന് അള്ളാഹു സുബ്ഹാനഹു തആല ഉടനടി പ്രതിക്രിയ ചെയ്യുകയാണെങ്കിൽ ലോകത്ത് ഒരു മനുഷ്യർക്കും ജീവിതം സാധ്യമാവില്ല. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരൊക്കെ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ഇബാദത്തിനോട് ഇഷ്ടം കൊണ്ട് തന്നെ ജീവിക്കാൻ പഠിക്കണം. റമദാനിനെ ഒരിക്കലും ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ സലഫു സ്വാലിഹീങ്ങളായ ആളുകൾ റമദാനിനെ വളരെ ഗാഢമായ രൂപത്തിൽ സ്നേഹിച്ചിരുന്നു. അവർക്ക് റമദാൻ അവസാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ വലിയ നഷ്ടമായിട്ടായിരുന്നു തോന്നിയിരുന്നത്. അതുകൊണ്ട് പലരും റമദാൻ അവസാനിക്കുന്ന സമയത്ത് കരയുക പോലും ചെയ്തിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല ആളുകളും അവരുടെ പ്രാർത്ഥനയിൽ തന്നെ അള്ളാഹുവേ, എന്നെ റമദാനിലേക്ക് നീ എത്തിക്കണേ അല്ലാ, റമദാനെ എനിക്ക് സുരക്ഷിതമാക്കി തരണേ അല്ലാ, അതിനെ എന്നിൽ നിന്നും സ്വീകരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ സച്ചിതരായ സലഫ് സ്വാലിഹീങ്ങൾ 6 മാസം റമദാൻ തന്നിലേക്ക് ആഗതമാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും റമദാനിന് ശേഷമുള്ള 6 മാസം അള്ളാഹുവേ, ഞാൻ നോറ്റ നോമ്പിനെയും റമദാനിനെയും സ്വീകരിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി തങ്ങൾ പറയുന്നുണ്ട്, അള്ളാഹു റമദാനിനെ ഒരു മത്സരപാതയായിട്ടാണ് ഉണ്ടാക്കിയത്. ആളുകൾ അതിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുന്നിടേണ്ടത്, മത്സരിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് റമദാനിനെ ഒരു മത്സര ബുദ്ധിയോടുകൂടി എടുക്കണമെന്ന് പറയുകയും റമദാനിനെ ആ ചിന്തയിൽ കൂടുതൽ നന്മ എനിക്ക് സ്വായത്തമാക്കണം എന്ന രൂപത്തിൽ കാണണമെന്നും ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹിമഹുല്ല നമ്മോട് ഉപദേശമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്നിടത്ത് പറയുന്നുണ്ട്, വല്ലദീന യഉതൂന മാ അതൗ, ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, പക്ഷേ വഖുലൂബുഹും വജ്ല അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവരുടെ ഹൃദയം കിടുകിട പേടിക്കുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, തൻ്റെ രക്ഷിതാവിലേക്ക് തനിക്ക് മടങ്ങണ്ടേ, റബ്ബ് അതൊക്കെ സ്വീകരിക്കുമോ എന്ന പേടി മുഅ്മിനീങ്ങൾക്കുണ്ടാകുമെന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 60-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനെ സംബന്ധിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ ആരംഭ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ റസൂലുള്ള പറയുന്ന ഒരു കാര്യം തുറമുദ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഹുമുല്ലദീന യസൂമൂൻ വയുസല്ലൂൻ വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുഖ്ബൽ മിൻഹും എന്ന് പറയുന്നുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകൾ നോമ്പ് നോൽക്കുന്നുണ്ട്, അവർ നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കുന്നുണ്ട്, വേണ്ട രൂപത്തിൽ ധർമ്മം കൊടുക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സ്വതക്ക കൊടുക്കുന്നുണ്ട്. പക്ഷേ അവർ പേടിക്കുന്നത് എന്താണെന്നറിയുമോ? റബ്ബ് ഇത് സ്വീകരിക്കുമോ എന്ന പേടി അവരുടെ ഉള്ളിലുണ്ട്. അത്തരക്കാരായ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലൊരു പ്രയോഗം നടത്തിയത് എന്ന് നമുക്കിതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ റമദാനിനെ നഷ്ടപ്പെടുത്തുന്നവരെ സംബന്ധിച്ച് വളരെയധികം നമ്മൾ പേടിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത്തരം വിശേഷണങ്ങൾ ഉണ്ടോ എന്ന് പേടിക്കണം.
ആഗ്രഹിക്കണം. നമുക്ക് ഹദീസിൽ കാണാൻ പറ്റും, റഅയ്മ അൻഫു റജുൽ ദഖല അലൈഹി റമളാൻ സുമ്മൻ സലഖ ഖബ്ല അൻ യുഗ്ഫറ ലഹു. റമളാൻ അവനിലേക്ക് കടന്നു വന്നു, റമളാൻ അവനെ സമീപിച്ചു, പിന്നീട് അവൻക്ക് ആ റമളാൻ മാപ്പ് ലഭിക്കാത്ത രൂപത്തിൽ കടന്നുപോയാൽ അവൻ നശിച്ചു പോകട്ടെ, അവൻ നന്മകൾക്ക് പാത്രമാവാതിരിക്കട്ടെ, നന്മകൾ അവൻക്ക് ലഭിക്കാതിരിക്കട്ടെ. റമളാനിനെ അവൻ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, പാപമോചനം അവൻ ചെയ്യാത്ത രൂപത്തിൽ റമളാനിനെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു, റഹ്മത്തിനെ അവൻ കരഗതമാക്കിയിട്ടില്ല, ഇച്ഛക്കിനെ അവൻ കരഗതമാക്കിയിട്ടില്ല. ഇങ്ങനെ റമളാനെ നഷ്ടപ്പെടുത്തിയവൻ നശിച്ചു പോകട്ടെ എന്ന് ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാനിനെ നമ്മുടെ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ കാത്തിരുന്നു വാങ്ങിയതാണ്. കാത്തിരുന്നു അതിൻ്റെ പ്രതിഫലം നേടിയെടുത്തവരാണ് അവർ. അതുകൊണ്ട് തന്നെ ഈ റമളാനിൽ ശക്തമായ ഇബാദത്ത് മുൻഗാമികളായ ആളുകൾ ചെയ്തതുപോലെ നമ്മളും ചെയ്യണം. നന്മകളൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങുകയാണ് വേണ്ടത്. റമളാൻ നന്മകളുടെ മാസമാണ്. അതുകൊണ്ടാണ് ആ സലഫ് സ്വാലിഹീങ്ങളായ ആളുകൾ റമളാനിനെ നന്മകൾ കൊണ്ട് ചോദിച്ചു വാങ്ങിയത്. അല്ലാഹുമ്മ ബല്ലിഅ്നാ റമളാൻ, അങ്ങനെയല്ലേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ആശയധ്വനികൾ മനസ്സിലാക്കണം. ഈ വിശുദ്ധമായ നന്മകളുടെ പൂക്കാലം കടന്നു പോകുമ്പോൾ മനസ്സ് വിഷമിക്കുകയാണ് വേണ്ടത്. എൻ്റെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെടുമോ, ഇനി അടുത്ത റമളാനിലേക്ക് താൻ എത്തിപ്പെടുമോ, നന്മയുടെ പൂക്കാലം ഇനി ലഭിക്കില്ലല്ലോ എന്നൊരാശങ്ക ഇവൻ്റെ മനസ്സിൽ വേണം. അല്ലാതെ റമളാൻ കഴിഞ്ഞു പോയാൽ ആസ്വദിക്കാമല്ലോ, ഉല്ലസിക്കാമല്ലോ തുടങ്ങിയിട്ടുള്ള റമളാൻ കടന്നു പോകണമെന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അവൻ റബ്ബിൻ്റെ കോപത്തെ ഭയപ്പെടണം. അവൻ കുഫറിലേക്ക് അടുക്കുന്നു എന്നുള്ളൊരു പേടി അവനിലേക്ക് വരണമെന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ.